ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്ക് നാളത്തേക്കുള്ള, അതായത് 12-ാം തീയതിയിലേക്കുള്ള നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ നമ്മളിത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സോ ഇലക്ഷന് ശേഷം ഉണ്ടായിരുന്ന ബുള്ളിഷ് മാർക്കറ്റ്, അതിൻ്റെ ഒരു ട്രെൻഡ് ലൈനാണ് നമ്മളിപ്പം ഈ ഡ്രോ ചെയ്തിരിക്കുന്നത്. സോ മൾട്ടിപ്പിൾ ടച്ച് 2 ദിവസത്തേക്ക് 3 ദിവസത്തോളം ആ ഒരു ട്രെൻഡ് ലൈനിലൂടെയാണ് മാർക്കറ്റ് മുകളിലേക്ക് വന്നിരുന്നത്. സോ അതിനുശേഷം നമുക്ക് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു കൺസോളിഡേഷനിലാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ 2 ദിവസത്തെ ഇതിനകത്തായിട്ടും. സോ മാർക്കറ്റ് ഇത്രയും വേണ്ടൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലോ കാര്യങ്ങളോ വന്ന് മാർക്കറ്റ് അധികം താഴേക്ക് പോവാതെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു ലോ മുതൽ ഹൈ മുതൽ ലോ വരെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 218-220 പോയിന്റോളം ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിനകത്തിന് നമ്മൾ വേറൊരു കേസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കേസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ 50 മിനിറ്റ്സിലാണ് ഒരു 1 ഡേ ക്യാൻഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം നമുക്കതൊരു മൾട്ടിപ്പിൾ, അതായത് കഴിഞ്ഞ മാസങ്ങളോളമായിട്ട് ആ ഒരു ട്രെൻഡ് ലൈനാണ് ഫോളോ ചെയ്ത് വരുന്നത്. സോ അത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു സമയം മുതൽ ഡിസംബർ 2022 മുതൽ 2022 ഡിസംബറാണ് ആ ഒരു സമയം മുതൽ ഫോളോ ചെയ്ത് വരുന്ന ഒരു ട്രെൻഡ് ലൈനാണത്. സോ ആ ഒരു ട്രെൻഡ് ലൈനിലാണ് മാർക്കറ്റ് ഇപ്പം വന്ന് നിൽക്കുന്നത്. സോ ഇതിനകത്ത് ഇപ്പം നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കാണാവുന്നതാണ്, ഈ ഒരു ട്രെൻഡ് ലൈനാണത്. ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ കേസിൽ നമുക്ക് ഇതിന് തൊട്ട് താഴെ നമ്മൾ വേറെ ഒരു ലെവലാണ് നമുക്ക് നോക്കാം. ഈ ഒരു ട്രെൻഡ് ലൈനിനകത്ത് സോ ഇന്നത്തെ മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു ബുള്ളിഷ് ഇത് റാലി തുടങ്ങിയതിന് ശേഷം തന്നെ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ഇതിനകത്ത് കാണാം ഇവിടുന്ന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. സോ അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ട് വീണ്ടും ഇന്ന് മാർക്കറ്റ് വീണ്ടും അതിനകത്ത് സപ്പോർട്ട് എടുത്തു. ഇന്നത്തെ കേസ് നോക്കി വെച്ചാൽ ഇന്ന് ലാസ്റ്റിലെ 15 മിനിറ്റിൽ അതിലൊരു പുൾ ബാർ കാൻഡിലായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ അതൊരു റെസിസ്റ്റൻസ് ആയിട്ടാണ്, ആ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്കറ്റ് വരുന്നത്. അതിന് താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നാളത്തെ ഒരു അനാലിസിസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നെങ്കിൽ നാളത്തെ രീതിക്ക് അത് ഞാൻ ട്രേഡിംഗ് പ്ലാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് 1-2 ലെവലും കൂടി നോക്കാം. ഇപ്പോൾ ഈ ഒരു റാലി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള ഒരു സിംഗ് ലോ മുതൽ സിംഗ് ഹൈ വരെ നമുക്കൊരു ഫിബ് റീട്രേസ്മെൻറ്റ് ഡ്രോ ചെയ്യാം. ഇവിടെ മുതൽ ഒരു സിംഗ് ലോ ആണത്. സിംഗ് ലോ മുതൽ ഈ ഒരു ഇതുവരെ നമുക്കൊരു ഇത് വരയ്ക്കാൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ആ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഏരിയ നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ 0.236 എന്ന് പറയുന്ന ഏരിയ നമുക്ക് ഒരു ഏരിയ ഒന്ന് മാർക്ക് ചെയ്യാം. 0.236 എന്നുള്ളത്. സോ ഈ ഒരു 0.236 എന്നുള്ള ഏരിയക്കകത്താണ് മാർക്കറ്റ് 2 തവണ ഇന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെയും സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അതിനകത്താണ്, ഇവിടെയും സപ്പോർട്ട്. ആ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് 0.236 എന്ന് പറയുന്ന ഫിബൊനാച്ചിക്കകത്തുള്ള ഇതിനകത്താണ് നമുക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. സോ നാളത്തെ കേസിനകത്ത് ഞാനൊരു എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു രാവിലത്തെ ഒരു കുറച്ച് സെക്ഷനകത്തൊന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറും എന്നുള്ളത് ബിയറിഷ് മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിലല്ല എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ആ ഒരു ട്രെൻഡ് ലൈൻ മാർക്കറ്റ് എക്സ്ട്രീമായിട്ട് കഴിഞ്ഞ മാസങ്ങളോളമായിട്ട് ഫേസ് ചെയ്തിരുന്നത്. കാരണം ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് കയറിയിരിക്കുന്നു, താഴേക്ക് പോകുന്നിരിക്കുന്ന ഒരു സെൻറ്റിമെൻ്റൽ അല്ലെങ്കിൽ മാർക്കറ്റ് ന്യൂസ് ബേസ്ഡ് ആണ്. നമുക്കൊരു ടെക്നിക്കലായിട്ട് നമുക്കത് കമ്പയർ ചെയ്യാൻ കഴിയില്ല. സോ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നോക്കുന്ന സമയത്ത് ഇതൊരു എന്താ പറയുക, ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ഒരു സ്റ്റാർട്ട്. കാരണം മാർക്കറ്റ് എക്സ്ട്രീം ബുള്ളിഷായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറി. സോ അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ വരുന്നു. 2 ദിവസമായിട്ട് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ആ ഒരു കൺസോൾട്ടേഷൻ്റെ സംഭവങ്ങൾ നിന്നിട്ട് ഈ ഒരു ലെവൽ ഇപ്പോൾ നമുക്കൊരു 1-2 ഏരിയ കൂടി വരയ്ക്കാം. ഇപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് 22,410 എന്ന് പറയുന്ന ഒരു ഏരിയ. ആ ഒരു ഏരിയയും 22,229 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ, ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയയാണ്. അപ്പോൾ സോ നാളത്തെ രാവിലത്തെ മാർക്കറ്റിനകത്തിന് നമ്മളിപ്പം ഒരു എൻട്രി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അത് ഈ ഒരു പുൾ ബാർ കണ്ടീഷൻ നമുക്ക് രാവിലെ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഒരു ബുള്ളിഷ് എന്നുള്ള രീതിക്കകത്ത് ഇതിനകത്ത് ഈ ഒരു ട്രെൻഡ് ലൈനകത്ത് നമുക്കൊരു സപ്പോർട്ട് എടുക്കുന്ന രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അന്നേരത്തെ സംഭവത്ത് മാർക്കറ്റിൻ്റെ ക്യാൻഡിൽ പാറ്റേണും കാര്യങ്ങളും നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു ട്രേഡ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ടാർഗറ്റ് ആക്കി വെക്കാൻ പറ്റുന്ന ഏരിയ എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഒരു സിംഗ്ലോ എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് ഈ ഒരു ഏരിയ 22,381 ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആക്കി വെക്കാൻ പറ്റുന്നത്. അതൊരു ഷോർട്ട് ആയിട്ടുള്ള ടാർഗറ്റായിട്ട് നമുക്ക് കാണാം. ഇന്ന് മൾട്ടിപ്പിൾ ടൈംസ് വന്നിരിക്കുന്നത് 23,363 എന്നുള്ള ഏരിയ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. അത് കഴിഞ്ഞ് അത് മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ 23,410 എന്നുള്ളത് ഒരു സെക്കൻഡ് ആയിട്ടുള്ളൊരു ഏരിയ. അതിന് മുകളിലേക്ക് എന്നുള്ള സമയത്ത് മൾട്ടിപ്പിൾ ടൈംസ് നമ്മളൊന്ന് കൺഫർമേഷൻ കാണാം. അതിന് മുകളിലേക്ക് മാർക്കറ്റ് കയറുന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് കയറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഒരു 50 മിനിറ്റ്സ് ക്യാൻഡലിനകത്ത് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ എൻട്രി
ഹോൾഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊന്ന് കൺഫർമേഷൻ വരും. അതിന് പുതിയ എൻട്രി എടുക്കണമെങ്കിലും അതിന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ 50 മിനിറ്റ്സിനകത്ത് കൺസോൾട്ടേഷൻ കിട്ടിയ ശേഷം അതിനുശേഷം മുകളിലേക്ക് കയറി വീണ്ടും ഒരു ക്യാൻഡിൽ അതിന് മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, കാരണം ഫേക്ക് ബ്രേക്കൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മൾട്ടിപ്പിൾ ടൈംസ്. കാരണം ഇത് അതിന് മുകളിലേക്ക് പോകുന്ന രീതിയിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു വ്യൂസോ കാര്യങ്ങളോ മാർക്കറ്റിനകത്തില്ല. സോ ഒരു ഫാൾസ് ബ്രേക്കൗട്ടാണ് സാധ്യത കൂടുതൽ. അതിന് മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറാനുള്ള സാധ്യത ഉണ്ട്. 23,500 എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. അതുവരെയൊക്കെ വേണമെങ്കിൽ മാർക്കറ്റ് കയറാം. അതൊക്കെ നോക്കി എന്താ പറയുക, നമുക്ക് ആ രീതിക്കകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ക്യാൻഡിലിനനുസരിച്ച് ഇതൊക്കെ. അപ്പോൾ ഒരു CE ട്രേഡ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു PE എന്നുള്ള രീതിയിലേക്കാണ് നിഫ്റ്റിക്കകത്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ, നമുക്ക് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ 0.236 എന്ന് പറയുന്ന ഏരിയയാണ്. 23,299 229 എന്ന് പറഞ്ഞു. സോ ഒരു ട്രെൻഡ് ലൈനും ഉണ്ട്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്തൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ, ഞാൻ നാളത്തെ ഒരു PE എന്നുള്ള രീതിക്കകത്ത് കൺസിഡർ ചെയ്യാനുള്ള സംഭവങ്ങളാണ് പറയുന്നത്. ഇതിന് മാർക്കറ്റ് നാളത്തെ ഇതിന് താഴേക്ക് വന്നതിന് ശേഷം ഇതിനകത്ത് 0.236 സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ടാർഗറ്റ് 23,115 സെക്കൻഡ് ടാർഗറ്റ് 23,000. എക്സ്ട്രീം ബുള്ളിഷ് ആണെങ്കിൽ മാത്രമേ ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റൂ. അതല്ലെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് മാത്രം. ഒരു എക്സ്ട്രീം ബുള്ളിഷ് എന്നുള്ള രീതി, എക്സ്ട്രീം ബിയറിഷ് എന്നുള്ള രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രമേ 23,000 അല്ലെങ്കിൽ 23,026 എന്നുള്ള രീതി ടാർഗറ്റ് കൺസിഡർ ചെയ്ത് പുട്ട് ഓപ്ഷൻ എൻട്രി എടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ 23,115 എന്നുള്ളത് ടാർഗറ്റ് വെച്ചാണ് നമുക്കൊരു പുട്ട് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. ആ രീതിയിലാണ് നാളത്തെ ഒരു നിഫ്റ്റിക്കകത്തുള്ള കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള സിനാരിയോസ് കാണുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി എന്നുള്ള കേസിൽ, ബാങ്ക് നിഫ്റ്റിയുടെ കേസിലൊന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു നിഫ്റ്റിക്കകത്തൊക്കെ വന്നിരുന്ന ഒരു എന്താ പറയുക, ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ്, ആ ഒരു ഇലക്ഷന് ശേഷമുള്ള ബുള്ളിഷ് അല്ലെങ്കിൽ ആ ഒരു രീതിക്കകത്തുള്ള മാർക്കറ്റ് വന്നതിന് ശേഷം നമുക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് ബാങ്ക് നിഫ്റ്റിയും ഇത് പറയുന്ന രീതി തന്നെ ഒരു റേഞ്ചിനകത്ത് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഈ ഒരു റേഞ്ചിനകത്ത് തന്നെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് പറഞ്ഞത് ഇതൊരു നോട്രൽ സോണായിട്ടാണ് ഞാൻ കരുതുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് നമ്മൾ നേരത്തെ നിഫ്റ്റിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മളൊരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ടായിരുന്നു. ഇതിനകത്ത് ഈ ഒരു സംഭവം മാർക്കറ്റ് മുകളിലേക്ക് എക്സ്ട്രീമായിട്ടൊരു ക്യാൻഡിലിനകത്ത് കയറി. ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്യാൻഡിലിനകത്ത് മാർക്കറ്റ് കയറിയിരിക്കുന്നത് ഏകദേശം 450 പോയിൻറ്റോളം ആ ഒരൊറ്റ ക്യാൻഡിലിനകത്ത് 15 മിനിറ്റ്സ് ക്യാൻഡിലിനകത്ത് കയറിയിട്ടുണ്ട്. സോ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടായിരുന്നു. എക്സ്ട്രീം അത്രയും തന്നെ എത്രയാണോ മാർക്കറ്റ് കയറിയിരിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ നമുക്ക് നോക്കാം. നിഫ്റ്റി കയറിയിരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് തൊട്ടടുത്തുള്ള 15 മിനിറ്റ്സ് ക്യാൻഡിലിനകത്ത് വന്നത്. സോ അതിനകത്ത് 3 മിനിറ്റ്സ് ക്യാൻഡിലോ കാര്യങ്ങളോ നോക്കി വന്ന ശേഷം ഏകദേശം മാർക്കറ്റ് താഴേക്ക് പോകുന്നിരിക്കുന്ന 500 പോയിൻറ്റോളാണ് മാർക്കറ്റ് ആ ഒരു ക്യാൻഡിലിന് ശേഷം താഴേക്ക് പോകുന്നിരുന്നത്. സോ ഒരു എന്താ പറയുക, അത് കൺഫർമേഷൻ 15 മിനിറ്റ്സിനകത്ത് മുകളിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി ഒന്ന് കൺസോൾട്ടേഷൻ വന്ന ശേഷം, കാരണം ഇവിടുത്തെ കേസ് ആ ഒരു കൺസോൾട്ടേഷൻ കണ്ടിട്ടായിരുന്നു നമ്മൾ മാർക്കറ്റ് എടുപ്പിച്ച് അവിടുന്ന് നമുക്ക് എന്താ പറയുക ഒരു ഫാൾസ് ബ്രേക്കൗട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് ഇന്നത്തെ രാവിലത്തെ ക്യാൻഡിലിനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് ഇതിനകത്ത് മാർക്കറ്റ് എക്സ്ട്രീമായിട്ട് മാർക്കറ്റ് താഴേക്ക് പോരുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. സോ നമുക്ക് ആ രീതിയിലാണ് നമുക്ക് ഇതിന് മുകളിലേക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം, അതായത് 50,000 എന്ന് പറയുന്ന ലെവലിലേക്ക്, ഇപ്പോൾ നാളത്തെ മാർക്കറ്റിനകത്ത് 50,000 എന്ന് പറയുന്ന ലെവലിന് മുകളിലേക്ക് ഒരു എന്താ പറയുക 50 മിനിറ്റ്സിനകത്ത് 50 മിനിറ്റ്സ് ക്യാൻഡിലിനകത്ത് മാർക്കറ്റ് മുകളിലേക്ക് കയറി അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു ഇത് കൺസിഡർ ചെയ്യാൻ പറ്റൂ. അതിനുശേഷം നമുക്ക് നിഫ്റ്റിക്കകത്ത് നോക്കുന്ന രീതിയിൽ തന്നെ നമുക്കൊരു 1 ഡേ ക്യാൻഡിൽ എടുത്ത് നോക്കുക, ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് അവിടെ കാണാം. മൾട്ടിപ്പിൾ ടൈംസ് സപ്പോർട്ട് എടുത്തിരിക്കുന്ന റെസിസ്റ്റൻസ് ആയിട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഓക്കെ, ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് നോക്കുന്ന കേസ് നമുക്ക് എന്താ പറയുക തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ആ ഒരു ട്രെൻഡ് ലൈൻ കാണുന്നത്. ആ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു CE ട്രേഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അത് നമുക്ക് ഏത് രീതിയിൽ പ്ലാൻ ചെയ്യാമെന്നുള്ള സംഭവങ്ങൾ. അപ്പോൾ നാളത്തെ ഇതിനകത്ത് നമുക്ക് ഒരു നോർമൽ ഓപ്പണിങ്ങോ ഒരു CE ട്രേഡ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയ ഒരു സ്കാൾപ്പിംഗ് ഓപ്ഷനൊക്കെ നമുക്കിവിടെ കിട്ടുകയാണെങ്കിൽ നോക്കാവുന്നതാണ്. ഇതിനകത്ത് രാവിലെ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു സ്കാൾപ്പിംഗ് ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഏരിയക്കകത്ത് 49,935 49,652 ഏകദേശം 300 പോയിൻറ്റോളം ഉണ്ട്. ഇതിനകത്ത് വരുന്ന സംഭവങ്ങൾ നാളത്തെ കേസിൽ ബുധനാഴ്ചയാണ്, എക്സ്പയറി ഡേ ആണ് വരുന്നത്. സോ എടുക്കുന്ന ട്രേഡ്സും കാര്യങ്ങളും അത്രയും കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് പ്രോഫിറ്റാക്കി മാറ്റാൻ കഴിയുള്ളൂ. നല്ല രീതിയിൽ മെൽറ്റിംഗ് ഉണ്ടായിരിക്കും. ആ രീതിക്കകത്ത് നോക്കുക. പോരാത്തതിന് നമുക്ക് ഇതിനകത്ത് നാളത്തേക്ക് ഒരു CE ഓപ്ഷൻ അല്ലെങ്കിൽ CE ബൈ എന്നുള്ള രീതിയിൽ ഞാൻ അധികം കൺസിഡർ ചെയ്യുന്നത് ഇതിന് മുകളിലേക്കുള്ള സംഭവങ്ങൾ കയറുകയാണ് എന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ വരുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ വരുന്നത്. നമുക്ക്
ഈ ഒരു സംഭവം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞു വരുന്ന സംഭവം ഇതാണ്. ഈ ഒരു ട്രെൻഡ് ലൈനകത്തേക്ക് സപ്പോർട്ട് എടുക്കും. നിഫ്റ്റി ആൾറെഡി ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് അതിനെ സപ്പോർട്ടായിട്ടാണ് നമുക്ക് ആക്ട് ചെയ്യുന്നത്. സോ മാർക്കറ്റിനകത്ത് നാളെ അത്യാവശ്യം നല്ലൊരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമെന്നുള്ള രീതിയിൽ 50,500 എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പം 49,652 എന്നുള്ള രീതിയിലാണ് 50,500 1000 പോയിൻറ്റ് മൂവ്മെൻറ്റ്സിനൊക്കെ സാധ്യത. 1000 പോയിൻ്റൊക്കെ മൂവ് ചെയ്ത് അതിന് മുകളിൽ കയറി മാർക്കറ്റ് സപ്പോർട്ടാക്കി എടുക്കുക എന്നുള്ള രീതിയിലൊക്കെ സാധ്യത കുറവാണ്. എന്നാലും മാർക്കറ്റ് അതിന് മുകളിൽ കയറും. അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് മുകളിൽ കയറും എന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ് എനിക്കുള്ളത്. കാരണം നിഫ്റ്റി ആ രീതിയിൽ മാർക്കറ്റ് മുകളിൽ കയറി സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. സോ നാളത്തെ മാർക്കറ്റിനകത്തൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് എന്നുള്ള രീതിക്കകത്താണ് ഈ ഒരു സോണിനകത്തുള്ള ഒരു നോട്ട്രേഡ് സോണാണ് കയറുന്നത്. 50,000 49,935 മുതൽ 50,000 വരെയുള്ളത് നോട്ട്രേഡ് സോണാണ്. 50,000 എന്നുള്ളത് സെൻറ്റിമെൻ്റൽ ഏരിയയാണ്. സോ അതിന് മുകളിലേക്ക് ഒരു പോസിറ്റീവായിട്ട് 15 മിനിറ്റ്സിനകത്ത് ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ സി എൻട്രി എന്നുള്ള രീതിക്കകത്ത് ഞാൻ ഇതാക്കുന്നുള്ളൂ. അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ഏരിയാസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് തൊട്ട് മുകളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 50,098 എന്നുള്ള ഒരു ഇത് വരുന്നതാണ്. സോ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇത് വരുന്ന 50,254. സോ ഇതിന് മുകളിലേക്ക് 50,000 മുകളിലേക്ക് മാർക്കറ്റ് കയറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 50,098, സെക്കൻഡ് ടാർഗറ്റ് 50,254 എന്നുള്ള രീതിയിലുമായിരിക്കും സി എൻട്രി എന്നുള്ള രീതിയിലേക്കാണെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഒരു പി ഇ പുട്ട് ഓപ്ഷൻ എന്നുള്ള രീതിക്കകത്താണെങ്കിൽ ഈ ഒരു ലെവല് 49,652 എന്ന് മൾട്ടിപ്പിൾ ടൈംസ് സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു ഏരിയ അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈംസ് സപ്പോർട്ടായും റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. സോ നാളെ ഇതിന് താഴത്തേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം നമുക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ മാർക്കറ്റ് ഇതിനകത്തേക്ക് വന്നതിന് ശേഷം ഇതിൻ്റെ താഴേക്ക് ഒരു നോർമൽ ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോ വന്നതിന് ശേഷം ഇവിടെ മാർക്കറ്റ് വന്നു, താഴെ വന്നതിന് ശേഷം ഇതിനകത്ത് റീടെസ്റ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയാണെങ്കിൽ തന്നെ 49 അത്രയും 49,111 അത്രയും നമുക്കൊരു ടാർഗറ്റ് വെക്കാനുള്ള സംഭവങ്ങൾ കാണുന്നില്ല. നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടൈംസ് സപ്പോർട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് കാണാം. 49,347 അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു 300 പോയിൻറ്റിൻ്റെ അടുത്ത് വരുന്നത്. സെക്കൻഡ് ടാർഗറ്റ് എക്സ്ട്രീം ബിയറിഷ് എന്നുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ 49,111 എന്നുള്ള ഏരിയ കണ്ടിട്ട് അതാണ് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ ആയിട്ട് ഞാൻ കാണുന്നത്. ഇതിന് താഴത്തേക്ക് ഓപ്പണിംഗ് കിട്ടിയ ശേഷം റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ മാത്രം ആ ഒരു രീതിക്കകത്താണ് നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ എന്നുള്ള രീതിക്കകത്ത് ഞാൻ കാണുന്നത്. സോ ബാക്കിയുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നാളത്തെ മാർക്കറ്റ് ടൈമിനകത്ത് മാർക്കറ്റ് ഏത് രീതിക്കകത്ത് റിയാക്ട് ചെയ്യുന്നു എന്നനുസരിച്ച് നമുക്ക് നോക്കാം.